കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫും ചിക്കനും മീനും ഒക്കെ വാങ്ങിച്ചിട്ട്. എന്തായാലും കുഴപ്പമില്ല, ഇതിൽ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാക്ക് പുറത്ത് പോയി വന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു കഷ്ണം. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. മീനാണെങ്കിൽ ഇപ്പോൾ കിട്ടാനുമില്ല, ഭയങ്കര ക്ഷാമമാണ്. കിലോത്തിന് 600 അപ്പോൾ എന്തായാലും അരക്കിലോ 300 രൂപക്ക് വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഇതിലും നല്ലത് ബീഫായിരുന്നു എന്ന് വന്ന ഉടനെ ഞാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഏകദേശം ചട്ടിയിലാക്കി കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഈ ഒരു സംഭവം ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇമേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു നെക്ക് ബാൻഡ്. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് കേടുവന്നതോടേറ്റ് അതായത് അങ്ങനെ എന്തെങ്കിലും പഴയ സംഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് നല്ല ക്വാളിറ്റിയിലുള്ള സംഭവം തന്നെ. ഞങ്ങളിത് യൂസ് ചെയ്ത് നോക്കി, നല്ലതാണ്. ഞാൻ വിചാരിച്ചത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോൾ കിട്ടിയതല്ലേ, അപ്പം അത്ര നല്ലതൊന്നും ആവൂല എന്ന് വിചാരിച്ചു. അങ്ങനെ ചട്ടിയിലാക്കിയ സാധനത്തിന് മെല്ലെ ഞാൻ അകത്താക്കി. ഇന്ന് ഉച്ചക്ക് ചോറൊന്നും കഴിക്കണില്ല എന്ന് വിചാരിച്ചതാണ്, ഡയറ്റ് ആവുകൊണ്ട്. പക്ഷേ ഈ ഒരു കഷ്ണമീനൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ചോറ്, പക്ഷേ എന്നും വെക്കണ അത്ര വിചാരിച്ച അത്രയൊക്കെ അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞാക്കാൻ്റെ അഭിപ്രായം എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറച്ച് ആത്മാർത്ഥതയും കൂടെ കൂട്ടിയിട്ട് മീൻകറി വെച്ചുകൂടായിരുന്നു എന്നാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നല്ല, ഈ ഒരു മീനിൻ്റെ ഒരു ഇതാ തോന്നണം, എപ്പോഴും അങ്ങനെയൊന്നും ആവാറില്ല. അങ്ങനെ കുഞ്ഞാക്ക ഉറങ്ങി. സച്ചുവിന് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫാദി അവിടെ ടി വിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ മെല്ലെ സ്കൂട്ടി എടുത്ത് പുറത്തിറങ്ങിയിട്ട് അവരൊന്നും കാണാതെ പോരാൻ കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വിളി തുടങ്ങും, പോന്നില്ലേ ടൈമായി, പോര്, വണ്ടി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മെല്ലെ പോകുന്നത്. നല്ല മഴയുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ചിറാപ്പുഞ്ചി മഴയത്തൊന്ന് ഇറങ്ങി നടക്കാൻ. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അത് നടന്നത് കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിലും അവിടെ നിന്നൊന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വണ്ടിയും കൊണ്ട് അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാനത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഞാൻ ഇങ്ങോട്ട് തന്നെ ഇവളെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഞങ്ങൾ പരിചയപ്പെട്ടത് മുതൽ ദിവസം സംസാരിക്കാത്തൊരു ദിവസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ TTCക്ക് ചേർന്നത് മുതൽ എനിക്കും വലിയ ടൈം ഉണ്ടായിരുന്നില്ല. അവളും ഓരോരോ തിരക്കിലായിരുന്നു. അതിനിടയിൽ ചെറിയൊരു ഡിലേ വന്നു. പിന്നെ ഇപ്പം എല്ലാതും ഓക്കെ ആയി. അവളുടെ തിരക്കും കഴിഞ്ഞു, എൻ്റെ തിരക്കും കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ദിവസം വിളിക്കാറും സംസാരിക്കാറും ഇടയ്ക്ക് മീറ്റ് ചെയ്യാറും. സംസാരിച്ചിരുന്ന നേരം പോയത് അറിഞ്ഞില്ല. കുഞ്ഞാക്ക വിളിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. വന്നപ്പോഴേക്ക് എനിക്കൊരു കിറ്റ്കാറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും കുഞ്ഞാക്കാക്കും കൂടെ ഉള്ളൊരു കിറ്റ്കാറ്റ് ആയിരുന്നു. കുഞ്ഞാക്കാക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്ത് ഡയറ്റ് ആയാലും കുഴപ്പമില്ല, ഈ വക ഐറ്റംസ് ഒക്കെ കണ്ടാൽ ഞാൻ കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.